മിഡിൽ ഈസ്റ്റിൽ ലോകം ഭയന്ന ആ മഹാദുരന്തം ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് കൊട്ടിയാഘോഷിച്ച് ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള അമേരിക്കൻ ഇറാൻ കരാർ വെറും ദിവസങ്ങൾക്കുള്ളിൽ കത്തിയമരുകയാണ്. അമേരിക്കയുടെ നയതന്ത്ര നട്ടലൊടിച്ചുകൊണ്ട് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ദക്ഷിണ ലെബനനിൽ അതിരൂക്ഷമായിട്ട് നേരിട്ടുള്ള വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ഇറാൻ കരാർ വലിയ രീതിയിലുള്ള തകർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇറാന്റെയും നയതന്ത്ര നീക്കങ്ങൾക്ക് ഏറ്റവും വലിയ പ്രഹരമാണിത്. ജനീവയിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന അമേരിക്കൻ ഇറാൻ നിർണായക നയതന്ത്ര ചർച്ചകൾ ഇതോടെ പൂർണ്ണമായിട്ടും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ട്രംപ് ഭരണകൂടം പടുത്തുയർത്തിയ സമാധാന ശ്രമങ്ങളെല്ലാം വെറും ദിവസങ്ങൾക്കുള്ളിൽ തവിട് പൊടിയാകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ദക്ഷിണ ലെബനനിലെ തന്ത്രപ്രധാന നഗരമായിട്ടുള്ള നബാദിയ ലക്ഷ്യമാക്കി ഇസ്രയേൽ വ്യോമസേന ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള ബോംബാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പല മാധ്യമങ്ങളും ആ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. പല ചാനലുകളിലും ഇപ്പോൾ ആ ഒരു വാർത്തയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് യുദ്ധം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു. അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഇപ്പോൾ റദ്ദാക്കി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ ഒരു അർദ്ധരാത്രി വ്യോമാക്രമണങ്ങളിൽ മാത്രം ലെബനനിൽ 28-ലധികം നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൂരമായിട്ടുള്ള ആക്രമണം സമാധാന കരാറിന്റെ ലംഘനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പല മാധ്യമങ്ങളും അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ തൊടുത്തുവിട്ട ആക്രമണത്തിൽ ഹിസ്ബുള്ള വെറുതെ ഇരുന്നില്ല. ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് ഓർക്കാപ്പുറത്തുള്ള കനത്ത പ്രഹരമാണ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ കരസേന മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരു ലഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെ 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. യുദ്ധത്തിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ പ്രഹരമാണ് അല്ലെങ്കിൽ ആഘാതങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിലെ സൈനിക താവളങ്ങൾക്ക് നേരെയും അഷ്ദോദിലെ തന്ത്രപ്രധാന നേവൽ ബേസിന് നേരെയും ഹിസ്ബുള്ള ഒരേ സമയം 100 കണക്കിന് റോക്കറ്റുകളും ആത്മഹത്യാ ഡ്രോണുകളുമാണ് തൊടുത്തുവിട്ടത്. ഇതോടെ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ ബങ്കറുകളിലേക്ക് അഭയം തേടുകയും ചെയ്തു. അമേരിക്ക ഇറാനുമായിട്ടുണ്ടാക്കിയ സമാധാന കരാറിനെ പണ്ടേ വെറുത്തിരുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വ്യക്തമായിട്ടുള്ള അജണ്ടയാണ് ഈ യുദ്ധത്തിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ട്രംപും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും തമ്മിലുള്ള കരാർ അട്ടിമറിക്കാൻ ലബനാനിൽ മനഃപൂർവ്വം ഒരു യുദ്ധം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ ഈ ഒരു വൻ യുദ്ധപ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര നട്ടലൊടിക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ ഒരു കരാറിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്തും ആ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ട്രംപിനെ വലിയ രീതിയിൽ ഒരു വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നട്ടലൊടിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. പലതവണ വാണിംഗ് കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും ഇസ്രയേൽ നിന്നില്ല എന്നതാണ്. എന്തായാലും തന്റെ വലിയൊരു വിജയമായിട്ട് ട്രംപ് ലോകത്തിന് മുന്നിൽ ഉയർത്തുകാട്ടിയ ഇറാൻ കരാർ സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രയേൽ തന്നെ വെല്ലുവിളിക്കുമ്പോൾ ട്രംപ് ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ കരാർ തകർന്നാൽ അത് ട്രംപിന്റെ രാഷ്ട്രീയ പതനത്തിന് കാരണമാകുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാട്സ് ഇസ്രയേലിനെതിരെ ഒടുവിൽ പരസ്യമായിട്ട് രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ലബനാനിൽ ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു കനത്ത ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ വാട്സ് വൈറ്റ് ഹൗസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ഒരു ആക്രമണങ്ങൾ വലിയൊരു സമാധാന പ്രക്രിയയെ അട്ടിമറിക്കുന്നു എന്ന മുന്നറിയിപ്പും വാട്സ് നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാൻ ഇസ്രയേൽ ഇനി ഒട്ടും തയ്യാറല്ല എന്ന ലക്ഷണമാണ്. അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഹിസ്ബുള്ളയും ഇറാനെയും പൂർണ്ണമായിട്ടും തകർക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന കടുത്ത നിലപാടിലാണ് നെതന്യാഹുവും അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യവും ഉള്ളത്. എന്തായാലും മറുഭാഗത്ത് ഇറാന്റെ നിലപാടും കടുക്കുകയാണ്. തങ്ങൾ സമാധാന കരാറിന് തയ്യാറാണെങ്കിലും ഇസ്രയേൽ തങ്ങളുടെ പങ്കാളികളെ ആക്രമിക്കുന്നത് നോക്കി നിൽക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. അതായത് സമാധാനം വീണ്ടും അകലെ പോവുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ അത്യാധുനിക മിസൈലുകൾ നൽകി ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ഇറാൻ തങ്ങളുടെ സൈന്യത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ
ഒരു പുതിയ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സകല വ്യവസായ മേഖലകളെയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളുള്ളത്. കാരണം സമാധാനം ആഗ്രഹിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസത്തോടെ മിഡിൽ ഈസ്റ്റ് നിൽക്കുമ്പോഴും ലോകരാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ നമ്മളെല്ലാവരും ആ ഒരു സമാധാന ഘട്ടത്തിലേക്ക് വളരെ സമാധാനത്തോടെ ആശ്വസിച്ചിരിക്കുന്ന സമയത്താണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുമെന്ന ഭീഷണി ഇറാൻ ഉയർത്തിയാൽ അത് ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാവുകയും വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് ലോകത്തെ നയിക്കുകയും ചെയ്യും. എന്തായാലും ഇസ്രയേലിന്റെ ഈ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ സൗദി രംഗത്തെത്തിയിരുന്നു. സൗദി വലിയ രീതിയിലുള്ള താക്കീത് കൊടുത്തിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തുകയാണ്. ഉടൻ തന്നെ യുദ്ധം നിർത്താൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അവർ അമേരിക്കയോട് കർശനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നെതന്യാഹുവിന്റെ യുദ്ധഭ്രാന്തിന് മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ചുരുക്കത്തിൽ അമേരിക്ക ഇറാൻ കരാർ എന്നത് ഇപ്പോൾ വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ചർച്ചകളുടെയും നയതന്ത്രങ്ങളുടെയും കാലം കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലെബനൻ അതിർത്തികളിൽ മിസൈലുകൾ പതിക്കുന്നത്. അമേരിക്കൻ ചതി എന്ന് ഈ ഇസ്രയേൽ വിശേഷിപ്പിച്ച ഈ കരാറിന് മേൽ നെതന്യാഹു സ്വന്തം സൈന്യത്തെ വെച്ച് പ്രതികാരം ചെയ്യുകയാണ്. ഇനി കാര്യങ്ങൾ കൈവിട്ട കളിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം കൂടി വരുന്നതോടെ ഈ ഒരു യുദ്ധം ലെബനാനിൽ മാത്രം ഒതുങ്ങില്ല എന്നതാണ് മറ്റൊരു സത്യം. സിറിയയിലേക്കും യമനിലേക്കും പടർന്നു പിടിച്ചു ഒടുവിൽ ഇറാനും ഇസ്രയേലും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് ഇത് വഴിമാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഇതിനിടയിൽ ലെബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ എണ്ണവില ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നെങ്കിലും പുതിയ അധിനിവേശ വാർത്തകൾ വിപണിയിൽ വീണ്ടും ആശങ്ക പടർത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള താൽക്കാലിക സമാധാന കരാർ എണ്ണവില ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിച്ചിരുന്നു. കരാറിന്റെ ഭാഗമായിട്ട് ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കുമെന്നും വിപണിയിലേക്ക് കൂടുതൽ എണ്ണ വിതരണ സുഗമമാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $78 താണിരുന്നു. എന്നാൽ യുദ്ധം രൂക്ഷമായതോടെ സ്വിറ്റ്സർലൻഡിൽ നടക്കേണ്ടിയിരുന്ന അടുത്ത ഘട്ട നയതന്ത്ര ചർച്ചകൾ റദ്ദാക്കിയത് ഈ ഒരു സമാധാന കരാർ പൂർണ്ണമായിട്ടും തകർച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ലോകത്തെ ആകെ എണ്ണക്കപ്പൽ ഗതാഗതത്തിന്റെ 1/5 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള പാതയാണ് ഹോർമുസ് കടലിടുക്ക്. അമേരിക്ക ഇറാൻ ധാരണയ്ക്ക് ശേഷം ഈ വഴിയുള്ള എണ്ണ വിതരണം പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും മുൻപുണ്ടായ യുദ്ധക്കെടുതികൾ കടലിൽ വിതറിയ 80-ലധികം സമുദ്ര മൈനുകൾ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. പുതിയ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം ഈ റൂട്ട് പൂർണ്ണമായിട്ടും സാധാരണ നിലയിലാക്കുന്നതിന് വലിയൊരു തടസ്സമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാട്സ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിന്റെ ഈ ഒരു ലെബനൻ ആക്രമണങ്ങളെ പരസ്യമായിട്ട് വിലക്കിയിട്ടും നെതന്യാഹു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ തൊട്ടരികിൽ നടക്കുന്ന ഈ ഒരു വലിയ സൈനിക നീക്കം എണ്ണ വിതരണ ശൃംഖലയെ ഏത് നിമിഷവും തടസ്സപ്പെടുത്തിയേക്കാം. യുദ്ധം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി പടർന്നാൽ അത് ലോകം ഇന്നേ വരെ കാണാത്ത അടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് വഴിമാറും. തങ്ങളുടെ ആവശ്യത്തിനുള്ള അസംസ്കൃത എണ്ണയുടെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധം വലിയൊരു പ്രഹരമാണ്. എന്തായാലും രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും $90 മുകളിലേക്ക് കുതിച്ചാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാൻ അത് കാരണമാകും. ഇത് രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വീണ്ടും അത് വഴിത്തിരിവാകും. എന്തായാലും ഇപ്പോൾ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അതീവ ജാഗ്രതയോടെയാണ് ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും നെതന്യാഹു തുടങ്ങി വെച്ച ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ ഇറങ്ങുമ്പോൾ അടുത്തത് എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും കരാറിന്റെ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ റദ്ദാക്കിയതോടെ ഇനി അടുത്ത വലിയൊരു മഹായുദ്ധത്തിലേക്ക് ഒരുപക്ഷെ ഇറാൻ എടുത്തു ചാടുമോ, അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടും ഇസ്രയേലിനെ തകർക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നും കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നിച്ച് കൈകോർക്കുന്നു. ഇസ്രയേലിനെതിരെ എല്ലാവരും ഒരേപോലെ തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്നു. ഇനി എന്തായാലും ഇസ്രയേലിനെ തവിട് പൊടിയാക്കുന്ന രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇസ്രയേലിനെ തീർക്കാനുള്ള തീരുമാനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്കയെ ചതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. എന്തായാലും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം അമേരിക്കയുടെ നട്ടലൊടിച്ചിട്ടുണ്ട്. എന്തായാലും ട്രംപ് ഇതിൽ എന്തായിരിക്കും നടത്തുക, അല്ലെങ്കിൽ ട്രംപിന്റെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നത് ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും.